എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗോദ്റേജ് ഇൻവെർട്ടർ AC PCB ആണ്. ഇത് നോർമലി മെഗ്മീറ്റിൻ്റെ PCB ആണ്, കോംബോ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കംപ്ലൈൻ്റാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്നത്. E6 എന്നുള്ള എററുമായിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത് വെട്ടടിക്കുന്നുണ്ട്, ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല, കാര്യം ഇത് E6 എന്നുള്ള എററാണ്. ഓക്കെ, ഇൻഡോർ ഔട്ട്ഡോർ കമ്മ്യൂണിക്കേഷൻ നടക്കാതെ വരുമ്പോഴുള്ള എററാണ് E6. ഈ ഒരു E6 എറർ നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു PCB ഔട്ട്ഡോർ PCBയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കണക്ഷനും കാര്യങ്ങളും എല്ലാം ഞാനിവിടെ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇൻഡോർ ബോർഡ് ഇരിപ്പുണ്ട്, ഇവിടെ നമുക്ക് ഔട്ട്ഡോർ ബോർഡ് ഇരിപ്പുണ്ട്. ഔട്ട്ഡോർ ബോർഡ് എന്ന് പറയുന്നത് മെഗ്മീറ്റിൻ്റെ PCB F1 1.7 PCB ആണ്. ഇതിൻ്റെ ഔട്ട്ഡോർ ബോർഡ് ഓൺ ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പിറകിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. പിറകിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ ലൈറ്റ് കത്തിക്കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്ഡോർ PCB ഓണാണ്, ഇൻഡോർ PCB ഓണാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ലൈനെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മഞ്ഞ കളർ ലൈനാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് 1 by 1 ആയിട്ട് സ്റ്റെപ്പ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൂടുതലൊന്നും പറയില്ല, കൂടുതൽ നമ്മൾ ചെക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാര്യം ഒരുപാട് വീഡിയോസുകളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിതിനകത്തുള്ള ഫോൾട്ട് കണ്ടുപിടിച്ച് ഇത് മുന്നോട്ട് റിപ്പയർ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മളിനി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ മൾട്ടിമീറ്റർ വെച്ചിട്ടുണ്ട്. ആ മൾട്ടിമീറ്റർ ഞാനിപ്പോൾ വോൾട്ടേജ് മോഡിലാക്കി ഇട്ടിട്ടുണ്ട്. ഓൾറെഡി E6 എന്നുള്ള എയറിലോട്ടാണ് നിൽക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മെയിൻ സപ്ലൈ വോൾട്ടേജ് ചെക്ക് ചെയ്യാം. 325 വോൾട്ട് അവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ബോർഡ് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 15 വോൾട്ട്, 14.9, അതേ 15 വോൾട്ട് ഉണ്ട്. അടുത്തത് 3.3 വോൾട്ട്, 3.3 വോൾട്ട് ഉണ്ട്. പിന്നെ 12 വോൾട്ട്, 12 വോൾട്ടിൻ്റെ സ്ഥാനത്ത് 13 വോൾട്ട് ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇനി ഈ ഒരു ബോർഡിനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നോക്കേണ്ടത്. ആദ്യം തന്നെ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഈ രണ്ട് ഒപ്റ്റോയാണ്. ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് ആദ്യം കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട്ഡോർ PCB നിന്നാണ്. ഔട്ട്ഡോർ PCB നിന്ന് ഇൻഡോറിലോട്ട് ചെന്ന് ഇൻഡോർ റിസീവ് ചെയ്തതിന് ശേഷമേ അത് ഔട്ട്ഡോറിലോട്ട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഔട്ട്ഡോറിലാണ് കമ്മ്യൂണിക്കേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഒപ്റ്റോയുടെ രണ്ട് സൈഡിനായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം, അവിടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്ക്. ഇത് ട്രാൻസ്മിഷൻ, ഇത് റിസീവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റോ കപ്ലറുകളാണ്. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ഒപ്റ്റോ കപ്ലറിൽ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ 8 മില്ലി വോൾട്ടേജിലാണ് നിൽക്കുന്നത്. ഒരു വേരിയേഷൻ വരണം, ഒരു ഫ്ലക്ച്വേഷൻ വരണം ആ വോൾട്ടേജിൽ. അത് ഒരു ഫ്ലക്ച്വേഷൻ വരുന്നില്ല, അത് കറക്റ്റ് ഒരു 89.89 മില്ലി വോൾട്ട്, അതായത് വോൾട്ടേജേ ഇല്ല എന്നുള്ളൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു IC കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഹൈ വോൾട്ടേജ് സെക്ഷനാണ് ഈ ഒരു ഔട്ട്ഡോർ PCB എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് കണ്ട് കൈകാര്യം ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഈ മെയിൻ IC കമ്മ്യൂണിക്കേഷൻ തരുന്നില്ല എന്നുള്ളത്, അതായത് കാര്യം ഈ ഒരു E6 എറർ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ ഇത്രയും സമയത്തിനുള്ളിൽ ഇവിടെ ഈ ഒരു LED 2 ടൈം ബ്ലിങ്ക് ചെയ്യണം. 2 ടൈം ബ്ലിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മെയിൻ ICയിൽ എന്തെങ്കിലും ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മെയിൻ ICയിൽ ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ പവർ ഓഫ് ചെയ്യണം. പവർ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ബോർഡിലുള്ള ഹൈ വോൾട്ടേജ്, അതായത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത 330 വോൾട്ട്, അത് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുക ഒരു ബൾബ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ആ ലൈറ്റ് അണഞ്ഞു. അതിനുശേഷം ഇതിനകത്തുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം. ഈ ഒരു IC ചൂടായിട്ടില്ല, 3.3 റെഗുലേറ്റർ ചൂടായിട്ടില്ല. വേറെ എന്താണ് ഇഷ്യൂ എന്നുള്ളത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് നോക്കുന്നത് കൊണ്ടിട്ട് നമുക്ക് ഇതിനകത്ത് റെസിസ്റ്റൻസ് മോഡിലിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി മോഡ് ബസർ മോഡിലിട്ടിട്ടുണ്ട്. കാര്യം നമുക്ക് ഷോർട്ടിങ് ഉണ്ടോ ഇല്ലെന്നറിയാം. ആദ്യം തന്നെ നമുക്ക് 3.3 നോക്കാം. 3.3 നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 55 ഓംസ് കാണിക്കുന്നുണ്ട്, അതായത് ഷോർട്ടിങ് ആണ്. ഇത്രയും
ഓംസ് അല്ല വരേണ്ടത്. ഇവിടെ വരേണ്ടത് ഏറ്റവും കുറഞ്ഞത് 600 ഓംസിന് മുകളിലെങ്കിലും നമുക്ക് ഗ്രൗണ്ടും 3.3 ആയിട്ട് വരണം. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ കാണുന്നത് 56 ഓംസിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഐ സി ഡാമേജ് ആവാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പറേറ്റർ ഐ സി, ഇവിടെ ഈ പ്രോം ഐ സി, ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ഡാമേജ് ആയിട്ട് ഉണ്ടാവാം. ഇത്രയും ഷോർട്ടിങ് വരുന്നത് കൊണ്ടിട്ടാണ്. ഇപ്പോൾ 1 by 1 ആയിട്ട് ഊരി നോക്കേണ്ടി വരും. പിന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഈ ഐ സികളൊന്നും ചൂടാവുന്നില്ല. ഇവിടെയാണെങ്കിൽ നമുക്ക് പവർ കൊടുക്കുന്ന ടൈമിൽ 3.3 വോൾട്ടേജ് വരുന്നുമുണ്ട്. മേ ബി ഏതെങ്കിലും കപ്പാസിറ്റർ ഷോർട്ടിങ് വന്നു കഴിഞ്ഞാലും ഇങ്ങനെ വരാം. കപ്പാസിറ്റർ ഷോർട്ടിങ് വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ 3.3 വോൾട്ടേജ് വരുന്നത് കൊണ്ടിട്ട് ഈ ഒരു മെയിൻ ഐ സി വർക്ക് ചെയ്യണം. പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ ബലമായ സംശയം നമ്മുടെ ഈ ഒരു മെയിൻ പ്രോസസ്സർ തന്നെ കംപ്ലൈൻ്റ് ആവാൻ ആണ് കൂടുതൽ സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു മെയിൻ ഐ സി ആദ്യം ഇതിനകത്ത് നിന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, മെയിൻ ഐ സി ഇളക്കിയെടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. അതിനുശേഷം ഈ പ്രിൻ്റ് കാര്യങ്ങളെല്ലാം നല്ല ക്ലീനാക്കി എടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രിൻ്റ് എല്ലാം ക്ലീൻ ചെയ്ത് സോൾഡറിങ് വിഗ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത്, അത് ടിന്നർ ഉപയോഗിച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് വരുന്ന ഷോർട്ടിങ് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ നമുക്ക് 56 ഓംസ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ എത്ര ഓംസ് കാണിക്കുന്നുണ്ടോ നോക്കാം. ആദ്യം ബ്ലാക്ക് ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ 3.3 ഷോർട്ടിങ് കാണിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ബസർ മോഡിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കൊന്ന് അതിനെ നേരെ ഓംസ് മോഡിലോട്ട് ചെക്ക് ചെയ്യാം. ഓംസ് മോഡിൽ ചെക്ക് ചെയ്യുന്ന ടൈമിൽ 358 ഓംസ്. ഓക്കെ, അതിൽ കൂടുതൽ വരണം. നമുക്ക് ഇവിടെ നിന്ന് ഈ പ്രോം ചിപ്പും കൂടെ ഇളക്കി മാറ്റാം. അപ്പോൾ ഈ പ്രോം ചിപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാഡും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. ഇനി ഒന്നും കൂടെ നമുക്ക് ഓംസ് മോഡ് ചെക്ക് ചെയ്യാം. സെയിം ഇഷ്യൂ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പ്രോം ചിപ്പ് കുഴപ്പമില്ല. ഈ പ്രോം ചിപ്പിനെ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു കമ്പറേറ്റർ ഐസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ഈ 2 റെസിസ്റ്റൻസ് അതും കൂടെ ഒന്ന് ഇളക്കി മാറ്റാം. 2 റെസിസ്റ്റൻസ് ഇളക്കിയിട്ടുണ്ട്. അത് ഇളക്കുമ്പോഴത്തേക്കും ഈ ഒരു ഇതിൻ്റെ VCC ലൈനും ഈ ഒരു കമ്പറേറ്റർ ഐസിയുടെ VCC ലൈനും ഡിസ്കണക്റ്റ് ആവും. അതിനുശേഷം ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓംസ് മോഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 450 ഓംസോളം വന്നിട്ടുണ്ട്. ഇത് ഗ്രൗണ്ടാണ്. ഈ ഒരു റെസിസ്റ്റൻസും കൂടെ ഇളക്കാം. ഈ ഒരു കമ്പറേറ്റർ ഐ സി കംപ്ലൈൻ്റ് ആണ്, ഈ ഒരെണ്ണം. കാര്യം ഇവിടെ നമുക്ക് കിട്ടുന്നത് 815 ഓംസ് ആണ്. പക്ഷേ 815 ഓംസ് അല്ല വരേണ്ടത്. നമുക്കവിടെ കിട്ടേണ്ടത് ഈ ഒരു കമ്പറേറ്റർ ഐ സിയുടെ നോക്കുമ്പോഴത്തേക്കും 2.5 കിലോ ഓംസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 800. അപ്പോൾ ഈ ഒരു കമ്പറേറ്റർ ഐ സിയും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഐ സി മാറണം. അതിൻ്റെ പാഡ് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു 818 ഓംസ് എന്നുള്ളത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2.8 വന്നിട്ടുണ്ട്. ഈ ഒരു കമ്പറേറ്റർ ഐസിൽ 2.5 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ പ്രോം ചിപ്പ് എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും എന്നാണ്. കംപ്ലൈൻറ്റ് കാണില്ല. ഈ 2 ഐ സി ആയിരിക്കും കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും പുതിയ ഐ സികളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം. ഈ പ്രോം ചിപ്പായിരുന്നാലും നമ്മുടെ മെയിൻ ഐ സി ആയിരുന്നാലും എല്ലാം പുതിയ ഐ സികൾ നമുക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോസർ ഐ സി. ഇത് ബ്ലാങ്ക് ഐ സി ആണ്. ഇത് നമ്മുടെ ഈ പ്രോം ചിപ്പ് ഐ സി ആണ്.
EEPROM ചിപ്പ് ഐ സിയും ബ്ലാങ്ക് ഐ സിയാണ്. അതിനകത്ത് ഡേറ്റയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഇവിടുത്തെ കംപ്രേറ്റർ ഐ സി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ പിന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പിന്ന് കറക്റ്റ് അലൈൻമെൻറ്റ് നോക്കി സെറ്റ് ചെയ്യാം. ഇത് കംപ്രേറ്റർ ഐ സി എന്ന് പറയുന്നത് SGM722ൻ്റെ കംപ്രേറ്റർ ഐ സി ആണ്. ഇനി ഇവിടുത്തെ ഈ 3 റെസിസ്റ്റൻസും ഫിറ്റ് ചെയ്ത് ഈ ഒരു പ്രോസറും നമുക്കിവിടെ ഫിറ്റ് ചെയ്യണം. പ്രോസർ ഫിറ്റ് ചെയ്യാൻ ഇച്ചിരി മൈക്രോസ്കോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ പുതിയ ഐ സി സെറ്റ് ചെയ്തിട്ടുണ്ട്. EEPROM പിന്നെ ഈ ഒരു കംപ്രേറ്റർ ഐ സി, അതിൻ്റെ റെസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ഓംസ് കറക്റ്റ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. 3.3ൽ ഞാൻ മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്കൊരു 520 ഓംസ്. ഈ ഓംസ് ഓക്കെ ആണ്. ഇനി അടുത്തത് നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് സപ്ലൈ വന്ന് നിൽക്കുമെന്നല്ലാണ്ട് വേറെ ഒന്നും തന്നെ നടക്കില്ല. കാര്യം ഇതിനകത്ത് നമുക്കിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാര്യം ഇതിനകത്തിപ്പോൾ പ്രോഗ്രാം ഇല്ല. ഞാൻ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ DC മോഡിലാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് AC വോൾട്ടേജ് എത്രയുണ്ടെന്ന് നോക്കാം. DC വോൾട്ടേജ് നമുക്കിവിടെ 320 കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ കാണാൻ പറ്റില്ലെന്നാണ്. ഒന്നുകൂടെ നോക്കാം. ഇവിടെ നമുക്ക് 321 വോൾട്ട്, 15 വോൾട്ട്, 14.9, 3.3 അതും ഓക്കെയാണ്. അടുത്ത 12 വോൾട്ട് അതും ഓക്കെയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് നമുക്കിവിടെ കത്തുന്നില്ല. കാരണം ഇതിനകത്ത് പ്രോഗ്രാം ഇല്ല. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഹൈ വോൾട്ടേജ് ലൈന് ഡിസ്ചാർജ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബോർഡ് നമുക്ക് പ്രോഗ്രാം ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ലൈന് കൊടുക്കേണ്ടി വരും. ഒന്ന് EEPROMൻ്റെ ലൈന് കൊടുക്കണം, പിന്നെ ഒന്ന് ബേണർ ലൈന്, DSP ബേണർ ലൈൻ എന്ന് പറയും. അത് ഇവിടെയും കൊടുക്കണം. പിന്നെ EEPROM ചിപ്പ് പ്രോഗ്രാം ചെയ്യാൻ ഇവിടെയും കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാമർ. ഇതാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ട കേബിള്. ആ കേബിള് 1-ാം നമ്പർ പിന്നെ നോക്കിയിട്ട് കേബിള് കണക്ഷൻ കൊടുത്തു. പിന്നെ EEPROM ചിപ്പിൻ്റെ കേബിള് കണക്ഷൻ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഈ പ്രോഗ്രാമറിൽ കണക്ഷൻ കൊടുത്തു. ഇനി നമ്മുടെ അത് ഒരു USB കേബിൾ വഴി നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ കൊടുക്കണം. കമ്പ്യൂട്ടറുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമർ ഇതിനകത്ത് കണക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് പ്രോഗ്രാം ചെയ്യാം. ഈ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇത് ഏത് സോഫ്റ്റ്വെയർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വെള്ള പിന്നെ ബാർകോഡിനകത്ത് ഇതിൻ്റെ മോഡൽ നമ്പർ എഴുതിയിരിക്കും. ഇതിൽ വരുന്നത് നമുക്ക് അതിൽ സെർച്ച് ചെയ്യണം. YF50 GD YF50 GD. അപ്പോൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടേത് ഈ ഒരു YF-GD 3S WVB എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് സെലക്ട് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് പ്രോഗ്രാമിങ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്ടറായിട്ട് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ക്ലോസ് ചെയ്യാം. പ്രോഗ്രാം സക്സസ്ഫുൾ എന്ന് ഗ്രീൻ ലൈറ്റിൽ എഴുതി കാണിച്ചിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിംഗ് ഒക്കെ കഴിഞ്ഞു. ബോർഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കിനി ടെസ്റ്റ് റണ്ണ് നടത്തി നോക്കാം. അപ്പോൾ ടെസ്റ്റ് റണ്ണ് നടത്താൻ നമുക്ക് ആദ്യം പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ റെഡ് ലൈറ്റ് കത്തി ഇതിൻ്റെ റിലേ, അതായത് പ്രൈമറി റിലേ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് സ്റ്റാൻഡ് ബൈ റിലീസ് മോഡിലാണ് കിടക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റാൻഡ് ബൈയിലാക്കിയിട്ട് ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് ഡിസ്ചാർജ് ചെയ്യണം. ഓക്കെ, ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ പവർ ഓൺ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുക. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്തു. കംപ്രസർ എടുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫാനിൻ്റെ റിലേ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കംപ്രസർ വർക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കംപ്രസർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബോർഡ് റണ്ണിങ് കണ്ടീഷനിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മെയിൻ ഐ സി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണിത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ മെയിൻ ഐ സി പോയി ആ ഒരു PCB നമുക്കിതേ കണക്ക് റെഡിയാക്കി തിരിച്ച് റണ്ണിങ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് നോർമലായിട്ട് തന്നെയാണ് നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.